ഇന്ന് ഞാൻ ഒരടിപൊളി ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചോറ് പലർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇനി മുതൽ അതായത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നും കൂടെ ഇഷ്ടമാവും. അപ്പോൾ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കട്ടെ, എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇപ്പോൾ ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ ചതച്ചെടുത്ത് എന്തിനാണെന്നറിയാം, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മസാല റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ബിരിയാണിയിലേക്കാണല്ലോ, അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു പൂണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്ത പാടനെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ഇതൊരു 10 പച്ചമുളക് ഉണ്ട്, അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ വേണേൽ കുറയ്ക്കുക കേട്ടോ. നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതാ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇത് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കട്ടെ. പെട്ടെന്ന് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതുകൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചു. അപ്പോൾ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അടുത്തോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1.5 കിലോ ബീഫ് ഉണ്ട്. അപ്പോൾ 1.5 കിലോ ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിനീഗറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ആക്കി എടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മതി, അതിൽ കൂടുതലാവരുത്. കാരണം ഈ ബീഫിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിലോളം വരേണ്ടി വരും കേട്ടോ. പലർക്കും പല രീതിയിലുള്ള കുക്കറായിരിക്കും. അപ്പോൾ നിങ്ങൾ വേവിനനുസരിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. ഇത് നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഉള്ളി നമുക്ക് അതിൻ്റെ മേളിൽ ബിരിയാണി ദമ്മിടുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ മേളിലൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളത് കോരി എടുക്കണം. അപ്പോൾ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ബീഫ് വെന്തിക്കോന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് പെട്ടെന്നൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ.
ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയിട്ട് എടുക്കണം. അരി ഞാനിവിടെ ഒരു 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ ചായ കുടിക്കുന്ന ചെറിയ ഗ്ലാസ്സാണ്. അതായത് അത്യാവശ്യം ഈ ഒരു കൈൻ്റെ ഉള്ളിൽ ഈ ഒരു സൈസിൽ വരും. അപ്പോൾ ഈ ഒരു സൈസിൽ ഈ ഒരു അളവിൽ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1.5 കിലോ ബീഫിന് 6 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് ജീരകശാല റൈസാണ് കേട്ടോ. ജീരകശാല റൈസാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു ഇറച്ചി ചോറ് എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ജീരകശാല റൈസ് എടുത്താൽ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെടുക്കട്ടോ. ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് സാധാരണ ഗീ റൈസ് വെക്കുന്ന പോലെ തന്നെ സാധാരണ വെക്കുന്ന പോലെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 80% നമുക്കിത് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ആ ഒരു ബീഫിൻ്റെ കറിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ദമ്മിട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് അതൊരു ഇറച്ചി ചോറ് എന്നുള്ള രീതിയിലാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് റൈസ് റെഡി. നമുക്ക് റൈസ് വെക്കാൻ പറ്റിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ അമുലിൻ്റെ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാട്ടോ അത്ര കട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നെയ്യിൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇങ്ങനെ നന്നായിട്ട് വിട്ട് നിൽക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നന്നായിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 3-4 മിനിറ്റായി ഞാനിപ്പോൾ ഇതങ്ങനെ വറുത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് കണക്ക് ഒഴിച്ചു കൊടുക്കുന്ന കണക്ക്, അതായത് വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ മൊത്തത്തിൽ 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് 12 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതായത് ഈ ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ അളന്നെടുക്കുന്നത്. ബാക്കിയുള്ള ഇതൊരു 4 ഗ്ലാസോളം വരും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അളന്നിട്ട് എടുക്കാം. അപ്പോൾ ഇത് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കണക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു 80% ആ ഒരു രീതിയിലാണ് ഇത് വെന്ത് വരിക. അപ്പോൾ അങ്ങനെ വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളത് ആ ഒരു മസാല ഇട്ട് ദം ഇട്ടിട്ട് ബാക്കിയുള്ളത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 80% ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം. ഇത് ഒരു 80% വെന്ത് വന്നിട്ടുള്ളൂ. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കൂ, അതായത് ആ ഒരു അരി ഇങ്ങനെ കടിക്കൂ. ഇനി നമ്മൾ ബാക്കിയുള്ളത് ആ ഒരു മസാല ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് ദമ്മിടാൻ പറ്റിയൊരു വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊരു 2-3 ലെയറിൽ ഈ ഒരു റൈസ് ദമ്മാക്കിയിട്ടെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മേളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. മേളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റൗ ചെറിയ തീയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ദമ്മിട്ട് ആക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇത് പുതിനയിലയും അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസിന്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരല്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നിട്ടുള്ള ആ ഒരു ഗ്രേവിയും കൂടെ ഇതിന് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പപ്പടക്കൊള്ളി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളാക്കിയിട്ടെടുക്കാം. നമ്മൾ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേളിൽ വരെ ആ ഒരു ആവി വന്നിട്ട് മേളിലെ ചോറും ഒക്കെ നന്നായിട്ട് വെന്ത് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫോയിലൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഗ്യാസും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അവിടെ കിടന്നിട്ട് വേവട്ടെ. പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ അടിയിൽ പഴയ ഫ്രൈ പാനോ അതൊന്നും വെക്കണ്ട. നമ്മൾ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അടിയിൽ പിടിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ടെൻഷനൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. എന്നിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം തുറന്ന് നോക്കാൻ. എന്നിട്ട് മിക്സാക്കി എടുത്താൽ മതി. എന്നാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ ആ ഒരു ബിരിയാണി സ്റ്റൈൽ വരും. അതായത് നമ്മുടെ ഇറച്ചിച്ചോറായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് എടുക്കട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ എടുത്തെടുത്ത് നമുക്ക് ആ ഒരു ഗീ റൈസ് വെച്ചില്ല ആദ്യം അതിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ നമ്മളെ ലെയറൊക്കെ ഇതാ ഈ ഒരു ലെയറൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കാക്കയുടെ ഫാമിലിയൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞ് പറയിപ്പിച്ചതല്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്